ഹലോ ഗൈസ്, ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി വന്ന് നേരെ നമ്മൾ നമ്മുടെ ബേക്കറിയിലേക്ക് വന്നേക്കാം കേട്ടോ. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് നല്ല കച്ചവടം ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒതുക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഉച്ചയാവാറായി. അങ്ങനെ ഒരുവിധം ആൾക്കാരൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി ചെന്ന് എല്ലാം ഒന്ന് കഴുകി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇതാണ് നമ്മുടെ ചായയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ ഗ്ലാസ് എല്ലാം കഴുകി ടേബിളിലിരുന്ന ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ടേബിളിലിരുന്ന സോഡയൊക്കെ എടുത്ത് നമ്മൾ റാക്കി വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ പറ്റാത്ത അത്രയും വിശപ്പായി. നേരെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ദേ നമ്മുടെ 10ൻ്റെ കൊക്കക്കോള ഇരിക്കണം. അതങ്ങ് പൊട്ടിച്ചങ്ങ് കുടിച്ച്. ഓ എന്താ സുഖം! മരുഭൂമിയിൽ വെള്ളം ഒഴിച്ച പോലത്തെ ഒരു സുഖമായിരുന്നു കേട്ടോ. കാരണം അത്രയും വെയിലായിരുന്നു. പിന്നെ ജിലേബിയും കുറേ കേക്കും പപ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ബേക്കറി ഐറ്റംസ് എല്ലാ സാധനവും നമ്മുടെ ഈ ബേക്കറിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബേക്കറി വരുന്നത് നമ്മുടെ തേവര ഫെറിയിലേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഈ വഴി പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറണേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ബോറടിച്ച് നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് വിട്ട്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ ഇടി വെട്ടും. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് കുറേ നേരം പബ്ജിയൊക്കെ കളിച്ച് വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കുറേ കറങ്ങി നേരെ ചായ കുടിക്കാൻ വേണ്ടി എത്തിയത് ഇവിടെയാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഈ സാധനം കണ്ടപ്പോൾ ഞങ്ങളുടെ കൺട്രോൾ പോയി. അതുകൊണ്ട് എന്തായാലും അത് ഓർഡർ ചെയ്തേക്കാന്ന് വെച്ചിട്ട് ഒരു ഹാഫ് അങ്ങ് ഓർഡർ ചെയ്ത്. ഇവൻ എന്തിനാ ഈ ജാടയിട്ടിരിക്കണേന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനും കുറച്ച് നേരം ജാടയിട്ടിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സാധനം അങ്ങ് എത്തിയിട്ടാണ്. ആ കുബൂസിൻ്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ട് നമ്മുടെ സാധനം. ആ കുബൂസ് അങ്ങ് എടുത്ത് മാറ്റിയത് എന്തേ ഇരിക്കുന്നത്. നമ്മൾ ഹാഫാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവനൊരു ക്വാർട്ടർ, എനിക്കൊരു ക്വാർട്ടർ. അതിൽ ആ കുബൂസ് എടുത്ത് ആ സോസിൽ മുക്കി പിന്നെ ആ ചിക്കൻ്റെ ഒരു പീസും എടുത്ത് കഴിച്ചാൽ ആഹാ സ്വർഗം. ടേസ്റ്റ് വൈസ് നോക്കണമെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കും തൃപ്തിയായില്ല. കാരണം 2 പിടി പിടിച്ചപ്പോൾ സാധനം തീർന്നു. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 159 സംതിങ് ആണ്. അപ്പോൾ ഈ വഴി വരുന്നവർ എന്തായാലും ഈ സാധനം ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിലുണ്ട്. ടബാസ്കോ എന്നാണ് കേട്ടോ കടയുടെ പേര്. ആദ്യം തന്നെ കാണുന്ന ഷോപ്പാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് ഈ ദിവസത്തെ 2ാമത്തെ കൊക്കക്കോളയും കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.